നമസ്കാരം. ഇന്ന് കൃഷി ചാനലിനുള്ളത് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ ഗ്രാമീൺ ഭാരത് മഹോത്സവിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള പാലക്കാട് ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ള ഭാഗ്യലക്ഷ്മി സ്വാശ്രയ സംഘത്തിൽ നിന്നുമുള്ള അഞ്ജു ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അഞ്ജുവിനോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. നമസ്കാരം. സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആദ്യം ഒന്ന് പറയാം. ഞങ്ങളുടെ സംഘം തുടങ്ങിയത് 2015-ലാണ്. അത് തുടങ്ങി ഞങ്ങള് ഒരു 20 പേരുണ്ടായിരുന്നു. അതില് സംഘത്തില് ഉള്ളത് 20 പേര്. അതില് 6 പേരാണ് ഞങ്ങള് എന്താ പറയാ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എടുത്തിട്ട് ചെയ്തത്. അതിലാദ്യം നമ്മള് നവഭാരത് ട്രസ്റ്റ് ആണ് ഞങ്ങൾക്ക്, നബാർഡിന്റെ കീഴിലുള്ള നവഭാരത് ട്രസ്റ്റ് ആണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്, നെറ്റിപ്പട്ടത്തിന്റെ ഒക്കെ. അങ്ങനെ കുറച്ച് ലേഡീസ് കൂടിയിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ ഈ കരിപ്പട്ടി, പനഞ്ചക്കര അത് എന്റെ വീട്ടിലൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അത് എന്താ പറയാ ഇപ്പോഴൊന്നും കിട്ടണില്ലല്ലോ ആ സാധനങ്ങളൊന്നും. അപ്പൊ അത് വീണ്ടും വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇപ്പോ കുറച്ച് സ്ഥലം ലീസിന് എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് ഞങ്ങളുടെ മെമ്പേഴ്സ് തന്നെ കുറച്ച് ലോണൊക്കെ കനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യാണ്. അപ്പൊ പനഞ്ചക്കരയും ഇത് ചെയ്യണവരും ഉണ്ട്, നെറ്റിപ്പട്ടം. അങ്ങനെ ഒരു SHG തന്നെ 2 ഗ്രൂപ്പായിട്ട് ചെയ്യാണ്. വനിതകൾ മാത്രമാണോ ഗ്രൂപ്പിലുള്ളത്? വനിതകൾ മാത്രമാണ്. എത്ര പേരാ ഇപ്പൊ നിലവില് 2-ലുമായിട്ടുള്ളത്? നെറ്റിപ്പട്ടത്തില് 20 പേരും ചെയ്യും, ഞങ്ങളെല്ലാവരും ചെയ്യും. പക്ഷെ ഈ ഫുഡിന്റെ ഐറ്റംസിൽ 5 പേര് മാത്രമേ ഉള്ളൂ. 5 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ട്സ് ഇപ്പൊ എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ നെറ്റിപ്പട്ടം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ടാവും. പനഞ്ചക്കര ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രൊഡക്ട്സിന്റെ വിപണിയൊക്കെ എങ്ങനെയാ കണ്ടെത്തിയിരിക്കുന്നത്? ഇതിപ്പോ ഞങ്ങള് കുടുംബശ്രീ വഴി എക്സിബിഷനുകൾ കിട്ടും. പിന്നെ ഈ നബാർഡില് ഈ ട്രസ്റ്റ് വഴി ഞങ്ങൾക്ക് എക്സിബിഷനുകൾ കിട്ടും. പിന്നെ കുറച്ച് ഓൺലൈനിലുണ്ട്. കൂടുതലും എക്സിബിഷനിലാണ് ഫോക്കസ് ചെയ്യണത്. അതാവുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ജോലി കിട്ടും, ഒരുമിച്ച് ചെയ്യാം. ഇത് കുറച്ച് നമ്മുടെ വീട്ടില് ഷോപ്പിലൊക്കെ ആണെന്ന് വെച്ചാൽ ചിലർക്ക് ഓർഡറുകളൊക്കെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. എക്സിബിഷൻ ആണെങ്കിൽ നവംബർ തൊട്ട് ഒരു ഏകദേശം ഒരു മാർച്ച് വരെ എക്സിബിഷനുകൾ തുടർച്ചയായിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾക്ക് മാർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിബിഷനുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. കുറെ ബൾക്കായിട്ട് കിട്ടും. അപ്പൊ അടുത്ത നവംബർ വരെ നമുക്ക് അതിനുള്ളൊരു ടൈം ഉണ്ട്. ടൈം ഉണ്ട്. അപ്പൊ കേരളത്തിന് പുറത്തും എക്സിബിഷനുകളിൽ വേറെ എക്സിബിഷനുകളിൽ പങ്കെടുക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ഓൺലൈനില് ഇപ്പം അങ്ങനെ അതിലും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ പ്രോഡക്ട്സ്? ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അത്രയ്ക്കും വിപണനം ഓൺലൈനിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഭാവിയിലേക്ക് ഇതിനകത്ത് കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ എന്തൊക്കെയാ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. എനിക്ക് ഫുഡിൽ തന്നെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണത്. ഇപ്പൊ പനഞ്ചക്കര മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ ലിക്വിഡ്, കാരണം നോർത്ത് ഇന്ത്യ ബേസ് നോക്കുമ്പോൾ കൂടുതലും ലിക്വിഡുകളാണ് എനിക്ക് കൂടുതൽ പോണത്. അപ്പൊ ലിക്വിഡ്, പിന്നെ ഈ തണുപ്പ് സമയത്ത് നമ്മുടെ ചുക്കും ജീരകവും ഒക്കെ ഇട്ടത് പോവല്ലോ, കുരുമുളകൊക്കെ ഇട്ടത്. അപ്പൊ ഈ സീസൺ ആകുമ്പോ ഈ ചുക്കും കുരുമുളക് ഇട്ടത് ഇറക്കും. പിന്നെ അല്ലാതാകുമ്പോ പ്ലെയിൻ ആയിരിക്കും. പിന്നെ ലിക്വിഡ് ടൈപ്പ് കുറെ ആൾക്കാർ ചോദിച്ചു വന്ന ലിക്വിഡ് വേണം, അങ്ങനെ അവരെന്നെ പറയും ഇന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾ അതേ രീതിയിൽ കൊണ്ടുവരും. ഇപ്പൊ ഒരുവിധം കസ്റ്റമേഴ്സ് ഡൽഹിയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ വരുമ്പോ വാട്സപ്പ് അയക്കും, ഇവിടെ ഉണ്ട്, ഇന്ന പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അവര് വന്ന് മേടിക്കും. പിന്നെ അല്ലാതെ അയച്ചു കൊടുക്കും. ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട്. അതെ, പനങ്കൽക്കണ്ടം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെ ഇപ്പം കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പൊ ഇതിലേക്ക് എത്തിയത് പാരമ്പര്യമായിട്ടുള്ള അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പൊ ഇതിന്റെ എങ്ങനെയാ പനങ്കൽക്കണ്ടത്തിന്റെ ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഇത് നമ്മൾ എവിടെന്നാ കളക്ട് ചെയ്യുന്നത്? പനങ്കൽക്കണ്ടം ഇത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലീസിന് എടുത്തിട്ടുണ്ട്. അത് തമിഴ്നാടാണ് ലീസിന് എടുത്തിരിക്കണേ. അപ്പൊ ലീസിന് എടുത്തിട്ട് നമ്മൾ കള്ള് ചെത്താൻ ആൾക്കാരെ വെച്ചിട്ട് അവിടെ തന്നെ കൽക്കണ്ടത്തിനുള്ളതും ചെയ്യാണ്. അപ്പോ എക്സിബിഷൻ ഇല്ലാത്ത സമയത്ത് ഇത് നമുക്ക് അധികം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മള് കൽക്കണ്ടം ഉണ്ടാക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവിടേക്ക് നമ്മൾ കൽക്കണ്ടത്തിനുള്ള കള്ള് കൊടുക്കുക ചെയ്യണത്. നമ്മൾ ഈ സമയമാകുമ്പോ നമുക്ക് കൽക്കണ്ടം കളക്ട് ചെയ്യാൻ പറ്റും.
മറ്റേത് നമുക്ക് ചെയ്യാം. കള്ളുചെത്തി അപ്പൊ തന്നെ ശർക്കര ഉണ്ടാക്കാം. കൽക്കണ്ട ഉണ്ടാക്കണമെങ്കിൽ 6 മാസം നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടുത്തെ സൊസൈറ്റിക്ക് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ എടുക്കും. അല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോ കൽക്കണ്ടം കളക്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യണേ. എന്താ നമുക്ക് കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രയാസം. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി നമ്മൾ കളക്ട് ചെയ്യുക ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ എവിടെയാ? തമിഴ്നാട് അമ്പ്രാമ്പാളയം എന്ന് പറയും. എത്ര ഏക്കറാണ്? ഞങ്ങളിപ്പോ എടുത്തിരിക്കുന്നത് തെങ്ങ് ബേസിലാണ്. എണ്ണം വെച്ചിട്ടാ 80 തെങ്ങോളം ഉണ്ട്. 32 പന ഉണ്ട്. അപ്പം ഇത് ഇനിയിപ്പം ഇതിന് വെച്ചിട്ട് തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പ്ലെയിൻ ആയിട്ട് കോഫി ആണോ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് കോഫി പൗഡർ ആയിട്ടുണ്ട്, പ്ലെയിൻ ഉണ്ട്, പനം കൽക്കണ്ട ഉണ്ട്, പിന്നെ ശർക്കരയില് ചെയ്യുന്ന നെല്ലിക്ക, പിന്നെ കപ്പലണ്ടി മിഠായി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ചെയ്തു, പക്ഷെ ബൾക്കായിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അത്രയ്ക്കൊരു ഇതായിട്ടില്ല. അപ്പം അതിനുള്ള ട്രെയിനിങ്ങുകളും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ എങ്ങനെ അതിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ കിട്ടും? നമ്മള് നബാർഡ് വഴി ചെയ്യുന്നുണ്ട്. നബാർഡ് ട്രെയിനിങ്, എല്ലാ ട്രെയിനിങ്ങിനും പങ്കെടുക്കും. ഇപ്പൊ നബാർഡ് ട്രെയിനിങ്, MSMEയിലെ ട്രെയിനിങ് ആണ് കൂടുതലായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഷണറികളാണെങ്കിലും ഒക്കെ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാം? സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എക്സിബിഷൻ തന്നെയാണ്. കാരണം നമുക്ക് പൈസ ഇറക്കേണ്ട വരുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സ്റ്റോളും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കുമ്പോ 1.5 ലക്ഷത്തോളം സ്റ്റാളിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് വലിയൊരു ഉപകാരമാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഓൺലൈനായിട്ട് അവര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീ ആണെങ്കിലും ബസാറുകളുണ്ട് ഓൺലൈനായിട്ട്. അങ്ങനെ അപ്പൊ ഇപ്പൊ കുടുംബശ്രീയില് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമാണോ നിങ്ങളുടെ ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മള് കുടുംബശ്രീ അംഗങ്ങള് വഴിയാണ് എടുക്കണത്. നമ്മള് കുടുംബശ്രീ അംഗം നമ്മുടെ കുടുംബശ്രീയിൽ ചേർത്തിട്ട് അവര് ചെയ്യണം. അല്ലാതെ ജോലിക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമെന്നാണെങ്കിലും എടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് കുടുംബശ്രീ തന്നെ നിർബന്ധമില്ല. അപ്പൊ ഇതില് എങ്ങനെയാ നമ്മളെല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണോ അതോ മെഷീനറീസിന്റെ ഉപയോഗം വരുന്നുണ്ടോ? ഇപ്പൊ മെഷീനറീസ് ആണ്. ഇപ്പൊ ലിക്വിഡ് നമ്മൾ അധികം ചെയ്യുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ അത്രയും ഇതായിട്ടില്ല. നമുക്ക് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് മെഷീനറി ഇനി നമ്മുടെ ലോണ് കഴിഞ്ഞു, ഒരു ഘട്ട ലോണ് കഴിഞ്ഞു. ഇനി അടുത്ത ലോൺ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എടുക്കണില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര മെഷീനറി വരണം, അത് കൂടുതൽ പഠിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ട്രെയിനിങ്ങിന് പോകുമ്പോ എങ്ങനെ നിങ്ങളുടെ റെപ്രസെന്റ് ചെയ്ത ഒരാൾക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ട്രെയിനിങ്ങിന് അവസരം എടുക്കുന്നുണ്ടോ? എല്ലാവർക്കും ട്രെയിനിങ് അവർ തരുന്നുണ്ട്. പക്ഷെ നമ്മളെന്നാലും 1-2 പേരെ പോവാറുള്ളൂ. പോയിട്ട് വന്ന് വിടുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഡൽഹിയിൽ എത്രാമത്തെ തവണയാണ് വരുന്നത്? ഡൽഹിയിൽ ഇപ്പൊ ഒരു 5ാമത്തെ തവണയായിട്ടുണ്ട്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണെന്ന് പറയാം? ഫാമിലി, ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ആളെയാണ് കൂടുതലും പുറത്തേക്കൊക്കെ പോകുമ്പോ വരിക. പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആളാണ് കൂടുതലും സഹായിക്കുക. പിന്നെ വീട്ടിലെ അമ്മയും നമ്മളിപ്പോ ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോർഡിനേറ്റ് ചെയ്യണതൊക്കെ അമ്മയാണ്. അഡ്രസ് കൊടുക്കുന്നുണ്ട്. ഹിമം ഹെർബൽസ്, പാലക്കാടാണ്. നമ്പർ അതില് ഉണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട്.